ഹലോ ഗൈസ്, ഈ ചിലക്കുന്ന കുഞ്ഞുപിഴകളൊക്കെ കൊണ്ട് ഞങ്ങൾ ഇന്ന് പയ്യാമ്പലം ബീച്ചിലോട്ട് പോകാമെന്ന് കുറേ നാളെ ബീച്ചിലോട്ട് പോകാമെന്ന് പറയുന്നില്ല, അയാൾ ഇതുവരെ നടക്കില്ല. ഇന്ന് ശനിയാഴ്ച ഇന്ന് എന്തായാലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് പയ്യാമ്പലത്ത് തന്നെയാണ്. അപ്പോൾ പയ്യാമ്പലം ബീച്ചിലോട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. വാച്ച്മാൻക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പിള്ളേർക്ക് പോകുവാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്, റെയിൻബോ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. ഈ സമയത്ത് ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു, അതുകൊണ്ട് പിള്ളേർ നല്ല ഹാപ്പി മോഡിൽ ഓണായി കിടക്കുക. കുറച്ച് മുമ്പ് നന്നായിട്ട് മഴ പെയ്തതാണ്. അപ്പോൾ മഴ പെയ്തതിന് ശേഷമുള്ള ഒരു ക്ലൈമറ്റ് അടിപൊളിയല്ലേ. സഭയൊക്കെ പോകുന്നത് ഭയങ്കര ചിരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അവിടെ എത്തിയിട്ടുള്ള പരിപാടി ഞാൻ ഷോർട്ടിൽ കാണിച്ചായിരുന്നു. ബീച്ച് ഇവിടെ നടത്തായതുകൊണ്ട് തന്നെ നമ്മൾ തീരെ പോവാറില്ല. വല്ല മാസത്തിൽ ഒരിക്കലോ 2 മാസത്തിലൊരിക്കലും അങ്ങനെ പോകാറുള്ളൂ. അവസാനം പോയത് എനിക്ക് ഓർമ്മയിൽ സേബാൻ്റെ ബർത്ത്ഡേക്ക് ഫോട്ടോസ് എടുക്കാനായിരുന്നു നമ്മൾ അവസാനം പോയത്. അതുകൊണ്ട് തന്നെ പിള്ളേർ നല്ല എക്സൈറ്റഡ്, കാരണം നമ്മളങ്ങനെ അധികം പോകാറില്ലല്ലോ. അവർക്ക് കടലിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് സമയം കിട്ടാറില്ല. ഷെലാനക്ക് വെള്ളിയാഴ്ച വരെ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ നേരെ മദ്രസയിലോട്ട് പോകണം, അതൊക്കെ ആയിട്ട്. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ അധികം പർച്ചേസിനാണ് പോവാറ്. പിന്നെ ബീച്ചിലോട്ടൊന്നും അധികം പോകാറില്ല. പിന്നെ ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള വ്യൂസാണ് കേട്ടോ. അവിടുന്ന് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇതൊക്കെ ഒരു നാച്ചുറൽ ടച്ച് ആയിട്ടുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് നടക്കാനൊക്കെ നല്ല ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയൂല, അതുപോലെയാണ്. ഞങ്ങൾ എത്താറായി. ഇത് പയ്യാമ്പലം ബീച്ചിലോട്ട് പോകുന്ന മെയിൻ ബ്രിഡ്ജ് അതാണ്. ഇവിടുന്ന് അത്രയേ ഉള്ളൂ, എത്തി. ഞങ്ങൾ ലാസ്റ്റ് വരുമ്പോഴേ ഈ ചാല് നല്ലോണം വറ്റി വെള്ളമൊക്കെ കറുത്ത കളറിലായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നല്ല സ്ട്രെങ്ത്തിൽ ഒഴുകാൻ തുടങ്ങി. മഴയ്ക്കല്ലേ, എനിക്ക് തോന്നുന്നു ഹെവി റെയിൻ ഉണ്ടായ സമയത്ത് ഈ ചാലിലൂടെ റിവേഴ്സ് ഫ്ലോ ഉണ്ടായെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറേ സ്ഥലത്തൊക്കെ വെള്ളം കയറി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പിന്നെ ഈ പിള്ളേരെ കൊണ്ട് പോകുമ്പോഴേ വഴിയിൽ ഒറ്റ സാധനത്തിന് വെറുതെ വിട്ടില്ല. കാണുന്ന പട്ടിയെയും കാക്കീനെയും പ്രാവിനെല്ലാം ഒന്ന് പേടിപ്പിക്കുന്ന പോലെ അവർ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിൽ അങ്ങനെ എത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, അല്ല ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു. പക്ഷെ ഇന്നും ആരും അങ്ങനെ ഉണ്ടായില്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിള്ളേർ കുറേ സമയം കളിച്ചായിരുന്നു. പിന്നെ അടിയാക്കി, പിന്നെ കരച്ചിൽ പിടിച്ചിട്ടുമായിട്ട് ഞങ്ങൾ ആ പരിപാടി നിർത്തി. സേബക്ക് ഷൂ ഇട്ടിട്ടൊന്നും അവൾക്ക് സമാധാനത്തോടെ പൂഴിൽ കഴിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് വന്നിട്ട് ഷൂ ഒക്കെ അഴിച്ച് അവൾക്കില്ലേ ഇപ്പോൾ പോയിട്ട് പൂഴി വാരിയിട്ട് വീണ്ടും വന്നിട്ട് കൈ തുടക്കണം. അവൾക്ക് അവളുടെ കയ്യിൽ പൂഴി പറ്റുമ്പോൾ പറ്റുന്നില്ല. എന്നിട്ട് വീണ്ടും പോയിട്ട് പൂഴി വാരും, എന്നിട്ട് വീണ്ടും വരും തുടക്കാൻ. അത് തന്നെയായിരുന്നു. അത് ഭയങ്കര റിപ്പീറ്റ് അടിച്ചുകൊണ്ടുണ്ടായി. പിന്നെ ഞങ്ങൾക്ക് തന്നെ ദേഷ്യം വന്നു, അത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിനിടയിൽ വേറൊരു പരിപാടി ഉണ്ടായ, ഇവിടെ ഉള്ള ഒരു സ്ഥലത്തുള്ള പൂഴിയൊക്കെ വാരി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അത് കഴിയാൻ വേണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആഘോഷം അങ്ങനെ തന്നെ ചെയ്യുന്നതായിരുന്നു. ശരിയായ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. അവന് ഏതോ രാജ്യത്തിന് ഭൂപടം പോലെ എന്തൊക്കെയോ വരച്ച് കാണിച്ചു. പക്ഷെ അതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള വീഡിയോ ഉള്ളൂ, ഇല്ലെങ്കിൽ അതും കൂടി ആഡാക്കുമായിരുന്നു. പിന്നെ പിള്ളേരെ കുറച്ച് മാത്രമേ വെള്ളത്തിൽ ഇറക്കിയുള്ളൂ, ഒരുപാട് ഇറക്കില്ല. ഒന്നാമത് കടൽ നന്നായിട്ട് ഇളകിയിരിക്കുന്ന സമയമാണ്. പിന്നെ വെറുതെ എന്തിനാന്ന് വെച്ചിട്ട് ആരുമില്ല അങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതൊന്നും. പിന്നെ പേടിച്ചിട്ട് ഞങ്ങൾ ഇറക്കിയില്ലേ. പിള്ളേരെ പിന്നെ പറ്റിച്ചു, അത്രയേ ഉള്ളൂ. ഈ ഓടുന്ന സാധനം കണ്ടു, അറ്റത്ത് നിന്ന് അതിൻ്റെ പിറകെ ഓടിയതാണ്. ഞാൻ അവിടെ കിതച്ച്, എനിക്ക് ഇപ്പം തന്നെ പ്രായമായിന്ന് തോന്നുന്നു. ഇതൊരു നല്ല എനർജി ആട്ടാ. പിന്നെ ഇങ്ങനെയൊക്കെ അതിനെ പിടിച്ച് എൻ്റെ നേരെ നമ്മൾ ഫുട്പാത്തിലൂടെ നടന്ന് കോണ് മേടിക്കാൻ വേണ്ടി. ഈ കാണുന്ന സ്വീറ്റ് കോണില്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ബട്ടർ ആൻഡ് സോൾട്ട് ഫ്ലേവറാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് പിന്നെ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു, അവർക്ക് ഐസ്ക്രീം പറഞ്ഞു. ഐസ്ക്രീമിന് വേണ്ടി ഒരുപാട് നടന്നു, പക്ഷേ എവിടെയും കിട്ടി. അതിന് ഫ്രണ്ടിലുള്ള കച്ചുകടയിൽ നിന്ന് 2 കോഴിച്ചങ്കും മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റാ.